അസുഖബാധിതയായ അമ്മയാനയെ ചുറ്റിപ്പറ്റി 4 മാസം പ്രായമുള്ള കുട്ടിയാന നിൽക്കുന്നു. കോയമ്പത്തൂരിൽ നിന്നാണ് എവിടെയും കണ്ണു നിറയ്ക്കുന്ന ആ കാഴ്ച വരുന്നത്. അമ്മ എഴുന്നേൽക്കുന്നതും നോക്കിയിരുന്ന കുട്ടിയാനയുടെ കാത്തിരിപ്പ് അവസാനം വിഫലമായില്ല. സുഖകരമായ ആ കാഴ്ചയിലേക്കാണ് ഇനി നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. കോയമ്പത്തൂർ മരുതമലയിൽ കഴിഞ്ഞ ദിവസമാണ് വനപാലകർ അവശനിലയിൽ കാട്ടാനയെ കണ്ടെത്തിയത്. ഒപ്പം കുട്ടിയാനയും. ആനയെ മയക്കി ഇന്നലെ രാവിലെ മുതൽ ചികിത്സ തുടങ്ങി. ചികിത്സയുടെ ഓരോ ഘട്ടത്തിലും കുട്ടിയാന അമ്മയ്ക്കടുത്ത് നിന്ന് മാറാൻ കൂട്ടാക്കിയില്ല. ചികിത്സയ്ക്ക് തടസ്സമായപ്പോൾ വനപാലകർ തന്നെ കുട്ടിയാനയെ അവിടെ നിന്ന് മാറ്റി. ആഹാരമെടുക്കാതിരുന്ന പിടിയാന ഇന്നലെ മുതൽ നല്ല ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി. ക്രെയിൻ ഉപയോഗിച്ച് 4 കാലിൽ നിർത്തി. മരുന്നിനൊപ്പം ഭക്ഷണവും എടുത്തു തുടങ്ങി. ഇതോടെ കുട്ടിയാനയെ അമ്മയ്ക്കരികിലേക്ക് വിട്ടു. അതായിരുന്നു ഏറ്റവും സുന്ദരമായ കാഴ്ച. ചികിത്സയ്ക്ക് ശേഷം ആനയെയും കുട്ടിയെയും വനത്തിലേക്ക് വിടുമെന്ന് വനപാലകർ അറിയിച്ചു. 24 ചെന്നൈ. സീനിയ മുഹമ്മദ് ചോദിക്കുന്നു, താങ്കൾക്കിപ്പോൾ ശത്രുക്കൾ കൂടിയോ എന്ന് ചോദിക്കുന്നു. ശത്രുക്കൾ കുറവാണ് കേട്ടോ, പക്ഷേ ഉള്ള ശത്രുക്കൾ നല്ല സ്ട്രോങ് കേസുകളാണ്. പക്ഷേ ഞാനതൊന്നും കാര്യമായി പരിഗണിക്കാറില്ല എന്നതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. നമുക്ക് ഈ ശത്രുക്കളെക്കുറിച്ചൊക്കെ ആലോചിച്ചാൽ മോർണിംഗ് ഷോ ചെയ്യാൻ പറ്റൂ. ശത്രുക്കൾ അവരുടെ പണി ചെയ്യുന്നു, നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അത് ഈ മാധ്യമ പ്രവർത്തനത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ശത്രുക്കൾ നമ്മുടേതല്ലാത്ത കാരണം കൊണ്ടും ഉണ്ടായി എന്ന് വരും. ചിലപ്പോൾ വാർത്തകൾ പോകും. അപ്പോൾ ഈ വാർത്തകളിൽ വില്ലന്മാരായി പ്രതിഷ്ഠിക്കപ്പെടുന്ന ആളുകൾക്കൊക്കെ തന്നെ അവർ ചെയ്ത കർമ്മമാണെങ്കിൽ പോലും അവർക്ക് നമ്മൾ ഇഷ്ടപ്പെടാതിരിക്കും. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടാകും. അതൊക്കെ മൈൻഡ് ചെയ്താൽ മാധ്യമപ്രവർത്തനം നടത്താൻ കഴിയില്ല. മാധ്യമപ്രവർത്തകൻ ഒരു കാര്യം ആലോചിക്കണം, ഒരു അറസ്റ്റോ ഒരു ജയിൽവാസമോ അതൊക്കെ ഈ പണിയിലൂടെ പറഞ്ഞിട്ടുള്ളതാണ്. അതൊക്കെ നേരിടാൻ തയ്യാറല്ലെങ്കിൽ നമ്മൾ കുന്താലി കളയ്ക്കാൻ പോകണം. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.